ഹലോ, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്റേണൽ മാർക്കും എക്സ്റ്റേണൽ മാർക്കും എങ്ങനെ എൻട്രി ചെയ്യാന്നുള്ള കാര്യമാണ് നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ കെയറിപ്പിന്റെ സോഫ്റ്റ്വെയറിലേക്കാണ് പോകേണ്ടത്, പോർട്ടലിലേക്കാണ് പോകേണ്ടത്. അതിനായിട്ട് കെയറിപ്പ് കണ്ണൂർ എന്നുള്ള പോർട്ടലിലേക്ക് പോവുക. അതിൽ ഹോമിൽ നമ്മളുടെ കോളേജ് ലോഗിൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിൽ കോളേജ് ലോഗിൻ ക്ലിക്ക് ചെയ്യാം. അതിൽ യൂസർ നെയിം വരുന്നത് നിങ്ങൾ ഫാക്കൽറ്റിമാരാണെങ്കിൽ നിങ്ങളുടെ ടീച്ചർ ഇൻഡെക്സും, HODമാരാണെങ്കിൽ അവർക്ക് അസൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രത്യേക യൂസർ നെയിം ഉണ്ടാവും. ഫാക്കൽറ്റിമാർക്ക് ടീച്ചർ ഇൻഡെക്സ് ആണ് യൂസർ നെയിം ആയിട്ട് വരുന്നത് 22. അപ്പോൾ എൻ്റെ ആണ് ഞാൻ എക്സാമ്പിൾ ആയിട്ട് കൊടുക്കുന്നത് F4W006 എന്ന്. നമ്മളുടെ പാസ്വേഡും ആണ് നമ്മളവിടെ അടിച്ചു കൊടുക്കേണ്ടത്. അതിനുശേഷം ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സ്പെസിഫൈഡ് ഫോൺ നമ്പറിലേക്ക് നമുക്കൊരു OTP വരുന്നതാണ്. ആ OTP വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്കത് വെച്ചിട്ട് ലോഗിൻ ചെയ്യാവുന്നതാണ്. അങ്ങനെ പാസ്വേഡ് വെച്ചിട്ട് ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്കിവിടെ അസസ്മെന്റ് മാർക്ക് എൻട്രി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇത് നിങ്ങളുടെ സ്പെസിഫിക് കോഴ്സ് നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ HOD മാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ നിങ്ങൾക്ക് കാണിക്കുകയുള്ളൂ. അപ്പോൾ അതിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞിട്ട് നമ്മുടെ ഇവന്റ് സെലക്ട് ചെയ്യുക. അത് നവംബർ ആണ്. അപ്പോൾ ഞാനിപ്പോൾ എൻട്രി ചെയ്യാൻ പോകുന്നത് ഏത് പേപ്പർ ആണെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ടൊരു ഐഡിയ വേണം. ആ പേപ്പർ എടുക്കുന്ന കുട്ടികൾ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലുള്ളവരാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയണം. എന്നാൽ മാത്രമേ നമുക്ക് പേപ്പർ മാർക്ക് എൻട്രി ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നവംബർ 2024 എക്സാം. ഞാൻ എൻട്രി ചെയ്യാൻ പോകുന്നത് MDC കോഴ്സിൻ്റെതാണ്. അപ്പോൾ എൻ്റെ MDC എടുത്തിരിക്കുന്ന കുട്ടികളിൽ സുവോളജിക്കാരുണ്ട്, ബോട്ടണിക്കാരുണ്ട്, അതുപോലെ ബാക്കി കുറേ ഡിപ്പാർട്ട്മെന്റ് ആൾക്കാരുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ആദ്യം സുവോളജിക്കാരുടെയാണ് കൊടുക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ സുവോളജി എന്ന് സെർച്ച് ചെയ്യുന്നുണ്ട്. ആ സുവോളജി എന്നുള്ള സെർച്ച് ചെയ്ത് സുവോളജി വന്നു കഴിഞ്ഞാൽ ഞാൻ പ്രൊസീഡ് കൊടുക്കുന്നു. അതിൽ എനിക്കിവിടെ എൻട്രി എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. നമ്മളുടെ അസസ്മെന്റ് എൻട്രി എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിലേക്ക് പോവുക. നമ്മളുടെ പേരുകൾ കൃത്യമായിട്ട് മാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മളുടെ ഇത് കാണിക്കും. അത് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 4 രീതിയിലാണ് എൻട്രി കൊടുക്കേണ്ടി വരിക. ഒന്ന് ഇന്റേണലില് തിയറി, രണ്ടാമത്തത് എക്സ്റ്റേണൽ തിയറി, നമ്മുടെ ഫൈനൽ എക്സാമിന്റെ തിയറി മാർക്ക്, മൂന്നാമത് പ്രാക്ടിക്കൽ എക്സാമിന്റെ എക്സ്റ്റേണൽ മാർക്ക്, അതുപോലെ ലാബ് എക്സാമിന്റെ എക്സ്റ്റേണൽ മാർക്ക്. അപ്പോൾ നമ്മൾ ഓരോ കോഴ്സുകളും നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ കോഴ്സുകൾ ഇവിടെ ലിസ്റ്റ് ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ അതിൽ പ്രാക്ടിക്കൽ ഇല്ലാത്ത കോഴ്സുകൾക്ക് പ്രാക്ടിക്കൽ കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഇന്റേണൽ തിയറി മാത്രമാണ് MDC ആകുമ്പോൾ. അപ്പോൾ അതിൽ ഞാൻ ഇന്റേണൽ കൊടുക്കാൻ വേണ്ടിയിട്ട് CETH എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ എടുക്കുന്ന 2 കോഴ്സിന്റെയും പേര് ഇവിടെ വരും. അതിൽ സുവോളജിയിൽ നിന്ന് എൻ്റെ MDC എടുത്തിരിക്കുന്ന 9 കുട്ടികളാണ്. അപ്പോൾ അവരുടെ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആയിരിക്കും ബാക്കിയെല്ലാം നിങ്ങൾ കൊടുക്കേണ്ടി വരിക. അവരുടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ടെംപ്ലേറ്റ് എന്നുള്ളത് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യണം. ടെംപ്ലേറ്റ് ഞാൻ എവിടെയെങ്കിലും ഒന്ന് സേവ് ചെയ്തതിന് ശേഷം ആ ടെംപ്ലേറ്റ് ഞാനൊന്ന് ഓപ്പൺ ആക്കേണ്ടതുണ്ട്. ആ ടെംപ്ലേറ്റ് ഓപ്പൺ ആയി കഴിയുമ്പോൾ അതിൽ എനേബിൾ എഡിറ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് മാർക്ക് ഒബ്റ്റെയിൻ ചെയ്ത് മാർക്ക് അവർക്ക് കൊടുക്കാം. ടോട്ടൽ മാർക്ക് 25-ലാണ്. ഓരോരുത്തരുടെയും മാർക്ക് ഞാനിവിടെ എൻട്രി ചെയ്ത് കൊടുക്കും. എൻട്രി ചെയ്ത് കൊടുത്തതിന് ശേഷം എനിക്കിവിടെ വന്നു കഴിഞ്ഞാൽ അപ്ലോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും. ആ അപ്ലോഡിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളൊരു ഫയൽ ചൂസ് ചെയ്തിട്ട് ഞാനത് സേവ് ചെയ്യുന്നു. ഇനി ആ കുട്ടി ആബ്സെന്റ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ എക്സാം ഇന്റേണൽ ഒന്നുമില്ല, ആബ്സെന്റ് ആണെന്നുണ്ടെങ്കിൽ -1 കൊടുക്കണം. ഇപ്പോൾ അത് മെയിൻ എക്സാമിന്റെ കേസിലാണ്. ഫെയർ അല്ലാത്ത മീൻസിൽ അത് കോപ്പി അടിച്ച് പിടിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ -2 കൊടുക്കണം. പേപ്പർ മിസ്സിംഗ് ആണെങ്കിൽ -3 ആ മാർക്കിന്റെ കോളത്തിൽ കൊടുക്കണം. എന്നിട്ട് നമുക്കത് അപ്ലോഡ് ചെയ്തിട്ട് എനിക്ക് സേവ് ചെയ്യാവുന്നതാണ്. ഇനി എക്സ്റ്റേണൽ മാർക്കിന്റെ എൻട്രി ആണ്. അത് നമ്മളെ വാല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വാല്യൂഷൻ തീരുന്നതിനനുസരിച്ച് നിങ്ങൾ ഓരോരുത്തരും വാല്യൂ ചെയ്യുന്ന പേപ്പർ അതിലേക്ക് എൻട്രി ചെയ്യേണ്ടതുണ്ട്. അതും നിങ്ങളുടെ പേപ്പർ മാപ്പ് ചെയ്തതിനു ശേഷം മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. എന്നാലും ഞാൻ അതിന്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാനിപ്പോൾ വാല്യൂ ചെയ്യുന്ന ഒരു പേപ്പർ ഞാൻ എൻട്രി ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അസസ്മെന്റ് മാർക്ക് എൻട്രി കൊടുക്കുന്നു. അതിൽ ഞാനിപ്പോൾ പിന്നെയും കൊടുക്കാൻ പോകുന്നത് MDC കോഴ്സ് തന്നെയാണ്. ഇന്ന് ഞാൻ വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ MDC കോഴ്സിന്റെ മാർക്ക് ഞാൻ എങ്ങനെ കൊടുക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇവന്റ് സെലക്ട് ചെയ്തു. നവംബർ 2024 എക്സാം ആണ്. അതിൽ പ്രോഗ്രാം ഞാൻ സുവോളജി കുട്ടികളുടെ തന്നെയാണ് കൊടുക്കാൻ പോകുന്നത്. സുവോളജിയിലെ കുട്ടികളുടെ സെയിം രീതിയിൽ നമ്മളിപ്പോൾ പോയ സെയിം രീതിയാണ്. അതിൽ ബാച്ചുലർ ഓഫ് സയൻസ് സുവോളജി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻട്രി അസസ്മെന്റ് എൻട്രി ഉണ്ടാവും. ഇതിൽ എൻ്റെ ESC തിയറി എന്നുള്ളതാണ്, എൻഡ് സെമസ്റ്റർ ഇവാലുവേഷൻ തിയറി എന്നുള്ളതാണ്. ഞാൻ ഈ വാല്യുവേഷൻ കഴിഞ്ഞിട്ട് എൻ്റെ മാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുക്കേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടുന്ന് കോഴ്സ് എടുത്തിട്ടുള്ളത് 9 കുട്ടികൾ തന്നെയാണ്. അവരുടെ അപ്ലോഡ് എന്നുള്ള അവരുടെ ടെംപ്ലേറ്റ് ഡൗൺലോഡ് ആവാൻ പറ്റും. ആ ടെംപ്ലേറ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ മാർക്കിൽ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ മുമ്പേ കണ്ടത് 25 മാർക്കായിരുന്നു ടോട്ടൽ വന്നത്. ഈ കേസിൽ നമുക്ക് വരാൻ പോകുന്നത്
50 മാർക്കായിരിക്കും. ആ എക്സാമിന്റെ ടോട്ടൽ മാർക്കായിരിക്കും അവിടെ വരിക. അപ്പോൾ ആ കോഴ്സ് എടുത്ത കുട്ടികളുടെ എല്ലാം ഡീറ്റെയിൽസ് അവിടെ ഉണ്ടാവും. ഞാൻ പേപ്പർ നോക്കുന്നതിനനുസരിച്ച് നമുക്ക് ഈ പറയുന്ന രജിസ്റ്റർ നമ്പർ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പേപ്പർ നോക്കുക. ആ രജിസ്റ്റർ നമ്പറിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഓരോരുത്തരെയും മാർക്ക് കൊടുക്കാം. മുമ്പേ കണ്ടതുപോലെ തന്നെ ഇത് സേവ് ചെയ്യാം. എന്നിട്ട് അതിനുശേഷം നമുക്ക് ഇത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്ലോഡ് ചെയ്തതിനു ശേഷം നമ്മൾ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത പേപ്പറുകൾ വരും. അത് സേവ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ കോഴ്സിന്റെയും ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കുട്ടികൾ എടുത്തിട്ടുണ്ടോ അവരുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും പോയിട്ട് ആ കുട്ടികളുടെ മാർക്ക് എൻ്റർ ചെയ്യണം. അപ്പോൾ ഞാനിത് പിന്നെ പറയാണ്, നമ്മളുടെ HOD-മാർ നമ്മളുടെ പേപ്പറുകൾ ഇത് മാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ. ഓക്കെ, താങ്ക് യു.